ഇന്ത്യക്കെതിരെ ജിഹാദ് ആഹ്വാനവുമായി അൽ ഖ്വയ്ദ. ഇനി അതിൻ്റെയും കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഹിന്ദുത്വ ഭരണകൂടത്തെ നേരിടാൻ വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനമെന്ന പോസ്റ്റ്. നമുക്കിപ്പം പി ആർ സുനിലൂടെ കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ ഇ തൊയ്ബ, ഇത് കൂടാതെ ഇപ്പോൾ അൽ ഖ്വയ്ദയും രംഗത്തെത്തിയിരിക്കുകയാണോ? അരുൺ, ഏതായാലും തീർച്ചയായും പാകിസ്ഥാനിൽ ഇപ്പോൾ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ വിമർശിച്ചുകൊണ്ടാണ് അൽ ഖ്വയ്ദയുടെ വാർത്താ സമ്മേളനം വന്നിരിക്കുന്നത്, വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത്. ഈ വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൽ ഖ്വയ്ദ. ഇന്ത്യക്കെതിരെ മുസ്ലിങ്ങൾ ഉണരണമെന്നും മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്, വിശുദ്ധ യുദ്ധത്തിനായി ഉണരണം എന്നൊക്കെയാണ് ഈ ഒരു വാർത്താക്കുറിപ്പിൽ ഏതായാലും ഇപ്പോൾ അൽ ഖ്വയ്ദ ആവശ്യപ്പെടുന്നത്, ആഹ്വാനം ചെയ്യുന്നത്. ഏതായാലും ഭീകര സംഘടനകളൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ ഒന്നിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഈ ഒരു വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാകും. ഇന്നലെ മസൂദ് അസറും വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ഏതായാലും പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് വലിയ ആഘാതം തന്നെയാണ് ഇന്ത്യയുടെ ഈ ആക്രമണം ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ എവിടെയൊക്കെയുണ്ടോ അവിടെ തെരഞ്ഞുപിടിച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മസൂദ് അസറിന്റെ കേന്ദ്രത്തിലും ഒപ്പം തന്നെ മറ്റ് ഭീകരരുടെ കേന്ദ്രത്തിലുമൊക്കെ തന്നെ നടത്തിയ ആക്രമണം തന്നെയാണ്. അൽ ഖ്വയ്ദയുടെ കേന്ദ്രത്തിലും ലഷ്കർ ഇ തൈബയുടെ കേന്ദ്രത്തിലുമൊക്കെ തന്നെ നടത്തിയ ആക്രമണം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ അൽ ഖ്വയ്ദ കൂടി ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി, ഇന്ത്യക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും ഈ ഭീകരരെ മുന്നിൽ നിർത്തിയുള്ള ഒരു ആക്രമണ ശൈലിയാണ് പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലും ഉപയോഗിക്കാറുള്ളത്. പ്രത്യേകിച്ച് കശ്മീർ വിഷയത്തിലൊക്കെ തന്നെ പാക് ആർമിയുടെ അനുമതിയില്ലാതെ ഒരു ഭീകരന് പോലും ഇന്ത്യയിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നത് വളരെ വ്യക്തമാണ്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ഈ ഭീകരർ എത്തിയതൊക്കെ തന്നെ ISIയുടെ നിരീക്ഷണത്തിലാണ്. ISI ഉദ്യോഗസ്ഥർ ആണ് ഇവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞുവിട്ടത് എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. NIAക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ കൂടുതൽ ഭീകര സംഘടനകൾ, അൽ ഖ്വയ്ദയെ പോലുള്ള ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരെ ഇപ്പോൾ ജിഹാദ് പ്രഖ്യാപിച്ച്, ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തീർച്ചയായും ഇതൊക്കെ ദേശീയ സുരക്ഷാ സംവിധാനങ്ങൾ നിരീക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, പി ആർ സുനിൽ കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ചേരും. അല്പസമയത്തിനുള്ളിൽ സർവകക്ഷി യോഗം നടക്കാൻ പോവുകയാണ്. സർവകക്ഷി യോഗത്തിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രതിപക്ഷം നൽകിയിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് ആയിരിക്കും പ്രതിപക്ഷത്തോടെ കാര്യങ്ങൾ വിശദീകരിക്കുക. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യത്തെ സർവകക്ഷി യോഗമാണ്. നേരത്തെയും ഒരു സർവകക്ഷി യോഗം കൂടിയിരുന്നു. സർവകക്ഷി യോഗത്തിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞിരുന്നതും. ഇന്നിപ്പോൾ രണ്ടാമത്തെ സർവകക്ഷി യോഗം നടക്കുന്നു. അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യത്തെ സർവകക്ഷി യോഗമാണ്.